ഹിന്ദി മിത്രയിലേക്ക് ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. +1 ഹിന്ദി പാഠപുസ്തകത്തിലെ അപരാധ് എന്ന ചാപ്റ്റർ പരിചയപ്പെടാം. അപരാധിൻ്റെ ലേഖക് ഉദയപ്രകാശാണ്. ലേഖക് ഉദയപ്രകാശ് സ്വന്തം ജീവിത കഥ തന്നെയാണ് ഈ കഥയിൽ കൂടി പറയുന്നത്. അപരാധ് ഒരു ചേട്ടൻ്റെയും അനിയൻ്റെയും കഥയാണ്. ഈ കഥയിൽ ലേഖക് തൻ്റെ കുട്ടിക്കാലത്തെ ചില സംഭവങ്ങളാണ് വിവരിക്കുന്നത്. ഈ കഥയിലെ ഛോട്ടാഭായ് ലേഖകാണ്. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ബ്രദർ എന്നേക്കാളും 6 വയസ്സ് മുതിർന്നതാണ്. ഗ്രാമത്തിലെ എല്ലാ ആൺകുട്ടികളും എന്നേക്കാളും 6 വയസ്സ് മുതിർന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രായത്തിലെ കുട്ടികളില്ലാത്തത് കൊണ്ട് എനിക്ക് കളിക്കാൻ കൂട്ടുകാരില്ല. ഞാൻ തനിയെയാണ്. എൻ്റെ സഹോദരൻ വികലാംഗനാണ്. ചേട്ടൻ്റെ ഒരു കാലിൽ പോളിയോ വന്നത് കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എൻ്റെ ചേട്ടൻ സുന്ദരനായിരുന്നു. ആ ഗ്രാമത്തിലെ മിടുക്കനായ ഒരു നീന്തൽ വിദഗ്ധനായിരുന്നു. കൈകൊണ്ടുള്ള പഞ്ചകളിയിലും ചേട്ടനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ചേട്ടൻ തേങ്ങയും ഇഷ്ടികയും കൈകൊണ്ട് വളരെ വേഗം പൊട്ടിക്കും. പക്ഷേ ഞാൻ മെലിഞ്ഞ് ക്ഷീണിച്ച ഒരു കുട്ടിയായിരുന്നു. എനിക്ക് ചേട്ടനോട് അസൂയുണ്ടായിരുന്നു. ചേട്ടന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ചേട്ടൻ എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. എന്നെ നന്നായി കെയറും ചെയ്തിരുന്നു. എനിക്ക് കളിക്കാൻ കൂട്ടുകാർ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ എന്നെ ഗ്രൂപ്പിലെ എല്ലാ കളികളിലും ഉൾപ്പെടുത്തും. മറ്റ് കളിക്കാർ എന്നെ തോൽപ്പിക്കാൻ ചേട്ടൻ ഒരിക്കലും സമ്മതിക്കാറില്ല. എനിക്ക് വേണ്ടി ചേട്ടൻ സ്വയം തോൽക്കും. ചേട്ടൻ എന്നെ ഒരിക്കലും അടിച്ചിട്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചേട്ടനും ഞാനും തമ്മിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു. ആ സംഭവം ഇന്നും എൻ്റെ മനസ്സിൽ തീജ്വാല പോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. അന്നൊരു ദിവസം നല്ലൊരു മഴ കഴിഞ്ഞ് ചെറിയ വെയിൽ വന്ന് നിൽക്കുന്ന ഒരു വൈകുന്നേരമായിരുന്നു. ചേട്ടൻ കൂട്ടുകാരോടൊപ്പം കുട്ടിയും കോലും കളിക്കുകയായിരുന്നു. ചേട്ടൻ കളിയിൽ രസിച്ച് കളിക്കുന്നു. കളിയിൽ ശ്രദ്ധിച്ച് കളിക്കുന്നത് കൊണ്ട് ചേട്ടൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല. എനിക്കൊരു ഏകാന്തത ഫീൽ ചെയ്തു. അതോടൊപ്പം മനസ്സിൽ വിഷമവും ദേഷ്യവും ഉണ്ടായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. എനിക്ക് കുട്ടിയും കോലും കളിക്കാൻ കഴിയില്ല. കാരണം ഈ കളി കളിക്കാൻ നല്ല ശക്തി വേണം. എനിക്ക് ചേട്ടനോട് ദേഷ്യവും അമർഷവും അസൂയയും തോന്നി. ഞാൻ ദേഷ്യത്തോടെ എൻ്റെ കയ്യിലിരുന്ന കോലെടുത്ത് ദൂരെ ഉണ്ടായിരുന്ന ഒരു കല്ലിന് നേരെ എറിഞ്ഞു. ആ കല്ലിൽ തട്ടി കോല് എൻ്റെ നെറ്റിയിൽ വന്ന് വീണു. നെറ്റിയിൽ നിന്നും ബ്ലഡ് ഒഴുകി. ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. ചേട്ടൻ കളി നിർത്തി എൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഞാൻ ചേട്ടനെ തട്ടി മാറ്റി നേരെ വീട്ടിലേക്ക് ഓടി. ചേട്ടൻ എന്നോടൊപ്പം ഓടാൻ ശ്രമിച്ചു എങ്കിലും അവിടെ വീണുപോയി. വീട്ടിൽ ചെന്ന ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞു. ചേട്ടൻ എന്നെ കോൾ കണ്ടു അടിച്ചുവെന്ന്. അപ്പോൾ ചേട്ടൻ അവിടെ ഏന്തി വരികയായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അച്ഛൻ ചേട്ടൻ ഒത്തിരി തല്ലി. അടികൊണ്ട ചേട്ടൻ എന്നെ ദയനീയമായി നോക്കി. ഞാൻ സത്യം പറയാൻ പക്ഷേ ചേട്ടനോടുള്ള ദേഷ്യം കാരണം സത്യം പറയാൻ ഞാൻ തയ്യാറായില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇനി അച്ഛനോട് സത്യം പറഞ്ഞാൽ അച്ഛൻ എന്നെ അടിക്കുമെന്ന്. ഈ സംഭവം വളരെ പഴയതാണ്. ഞാൻ എൻ്റെ തെറ്റിന് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നോടൊപ്പം ഇല്ല. ഞാൻ എങ്ങനെ ഈ സത്യം അവരോട് പറയും? ഞാൻ ചേട്ടനോട് എൻ്റെ തെറ്റിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ചേട്ടന് ആ സംഭവം ഓർമ്മയേയില്ല. എൻ്റെ തെറ്റ് ആരെ ക്ഷമിക്കും? ഇതിൽ നിന്ന് ഒരു മോചനം അസാധ്യമാണ്. ലേഖക് ഉദയപ്രകാശ് തൻ്റെ അനുഭവ കഥ താൻ ചെയ്ത അപരാധത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്.